അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടച്ചുരുട്ട് കറിയാണ്. പരിപ്പ് കഴുകിയെടുക്കാം. നമുക്ക് ചട്ടി വെച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പരിപ്പിടാനായിട്ട്. മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്താണ് നമ്മൾ പരിപ്പ് തിളച്ചിട്ട് നമുക്ക് സവോളയും തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ പരിപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്കിനി തക്കാളിയും സവോളയും കൂടെ ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. തക്കാളി നമ്മൾ ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ സവോള ഇട്ട് കൊടുക്കുക. ഒരു സവോള നമ്മൾ അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ കൂടെ വെന്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ശകലം ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പരിപ്പുമൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് വാങ്ങി വെക്കാം. തേങ്ങ വറുത്തെടുക്കാണ്ട് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു 8 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. 3-4 കുരുമുളക് ഇട്ടിട്ടുണ്ട്. കസകസ് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് 5-6 കഷ്ണം ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി, അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാറായിട്ടുണ്ട്. ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി 1.5 സ്പൂൺ. തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഉണ്ടോ? നമുക്കിനിയിപ്പോൾ വാങ്ങി വെക്കാം. നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മൾ 7 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് 1/2 സ്പൂൺ. മുട്ട ഇതുപോലെ പീസാക്കി പോലെ എടുക്കണം. മുട്ടച്ചുരുട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്കിനിയിപ്പോൾ അത് കറിയാക്കാം. പരിപ്പും തക്കാളിയും സവോളയും കൂടെ ഒന്നും കൂടെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും അതിനകത്ത് എല്ലാ കൂട്ടവും കൂടെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുകയാണ്. അരച്ചോണ്ട് വരാം. പരിപ്പൊക്കെ നല്ലതായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പം കൊണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനിപ്പോൾ ഒന്ന് തിള വന്നിട്ട് നമുക്ക് മുട്ട ചുരുട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് പീസാക്കി വെച്ചിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് മുട്ട പീസ് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കാനായിട്ട്. ഇത് നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു കറിയാണ് മുട്ടച്ചുരുട്ട് കറി. കറി റെഡി ആയിട്ടുണ്ട്.